ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഗോതമ്പ് ദോശ. അപ്പൊ നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ഒക്കെ ഉണ്ടാക്കപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ള സമയത്താണ്. അപ്പൊ ഈ ഒരു ഗോതമ്പ് ദോശ നമ്മളൊരു ട്വിസ്റ്റ് കൊടുത്തിട്ട് ഉണ്ടാക്കണ ഈ ഗോതമ്പ് ദോശ നമുക്ക് കറികളോ അല്ലെങ്കിൽ ചട്നിയോ ഒന്നും കൂട്ടാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ചപ്പാത്തിയെക്കാട്ടും ടേസ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാനും പറ്റും. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. അപ്പൊ നമ്മൾ വീറ്റ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് ആട്ടമാവാണ്. അപ്പൊ ഏത് ബ്രാൻഡിന്റെ ആട്ടമാവ് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടമാവായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല സ്മൂത്ത് ദോശയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം. ഓയിലോ അല്ലെങ്കിൽ ഗീ ഉപയോഗിക്കാം. പിന്നെ സോൾട്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒരു മുട്ട. ഇനിയിപ്പോ നമുക്ക് 1 കപ്പ് ആട്ടമാവായാലും 2 കപ്പ് ആട്ടമാവായാലും 1 എഗ്ഗ് തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തില് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നാണ് നോക്കണത്. അപ്പൊ ഞാൻ മിക്സിയുടെ കപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ മിക്സിയുടെ കപ്പ് അല്ലെങ്കിലും നിങ്ങൾക്ക് പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കട്ടകൾ ഇല്ലാണ്ട് ഉടച്ചെടുത്താലും മതി. ഇപ്പൊ നമുക്ക് 1 കപ്പ് ആട്ടമാവ് നമ്മുടെ മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യാം. നമുക്ക് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമ്മുടെ ആട്ടമാവിന്റെ ആ ഒരു ഇതനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിന്റെ അളവിൽ ചിലപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരാം കേട്ടോ. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കറക്റ്റ് ദോശമാവിന്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമ്മൾ മിക്സിയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തത്. കറക്റ്റ് 1 കപ്പാണ് കേട്ടോ എനിക്ക് ആവശ്യം വന്നത്. അതായത് ഇതേ രീതിയിലുള്ള ഈ പോറബിൾ കൺസിസ്റ്റൻസി കേട്ടോ. ഞാനിവിടെ ഇപ്പൊ ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ നോൺ സ്റ്റിക് പാനിലോ അല്ലെങ്കിൽ ദോശക്കല്ലിലോ ഈ ദോശ ചുട്ടെടുക്കാം. സാധാരണ നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെ. അപ്പൊ ദോശ ചുടുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ദോശക്കല്ല് ആണെങ്കിൽ നന്നായിട്ട് ദോശക്കല്ല് ചൂടാവണം കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ദോശ പരത്തി കഴിഞ്ഞാൽ അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചുട്ടെടുക്കാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓയില് അപ്ലൈ ചെയ്യുന്നില്ല, നേരിട്ട് ദോശ പരത്താൻ പോവാണ്. അതേപോലെ തന്നെയാണ് നോൺ സ്റ്റിക് പാനും നന്നായി ചൂടായിട്ട് വേണം. നോൺ സ്റ്റിക് പാൻ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓയിലൊന്നും അപ്ലൈ ചെയ്യണ്ട. അല്ലാത്തതാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത്. ഇപ്പൊ നോൺ സ്റ്റിക് കോട്ടിംഗ് ഉള്ള ഒരു ദോശക്കല്ലാണ് കേട്ടോ. സ്വല്പം ഓയില് ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ.